വെൽക്കം ബാക്ക് ടു അശ്വമേധം. ഈ വേദിയിലേക്ക് ഇനിയൊരു അധ്യാപിക കടന്നു വരുന്നു. ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. ഏറെക്കാലം തിരുവനന്തപുരം ജില്ലയിൽ അധ്യയന അനുഭവവുമായി ജീവിച്ച ജ്യോതി ടീച്ചറിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യാം. ടീച്ചർ പ്ലീസ് വാക്ക് ഇൻ. നമസ്തേ ടീച്ചർ. ടീച്ചർ റിട്ടയർ ചെയ്തോ? പിന്നെ എത്ര വർഷമായി? ആണോ? പക്ഷെ കഴിഞ്ഞ വർഷം വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു വേറൊരു സ്കൂളിൽ, അഡ്മിനിസ്ട്രേഷൻ. അതെന്താ നിങ്ങൾ അവിടെയൊക്കെ റിട്ടയർമെന്റ് അപ്പോൾ 45 വയസ്സായി കുറച്ചോ? പിന്നെ അങ്ങനെയല്ല, അമ്മയൊക്കെ വയ്യാതായപ്പം. അല്ല, ഞാൻ ചോദിച്ച ടീച്ചർ റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ 45 വയസ്സായി കുറച്ചോ റിട്ടയർമെന്റ് പ്രായമെന്നാണ് ഞാൻ ചോദിച്ചത്. താങ്ക് യു. അപ്പോൾ റിട്ടയർ ചെയ്തു. പക്ഷെ കഴിഞ്ഞ വർഷം വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഓണത്തിനാണ് നിർത്തിയത്. ജ്യോതി ടീച്ചറിന്റെ നാട് ആലപ്പുഴ. പ്രോപ്പർ ആലപ്പുഴ, മുല്ലയ്ക്കൽ. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു. അന്ന് തൊട്ട് ഇവിടെ. ഇപ്പം ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞാൻ മാത്രം. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ സെറ്റിൽഡ്. പല സ്ഥലം. ഒരു മോൻ അടുത്തുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ. ഹസ്ബൻഡ് ബാങ്കായിരുന്നു. ടീച്ചറിന്റെ അപ്പോൾ ഈ ഇപ്പോഴുള്ള ദൈനംദിന ചര്യകളിൽ ഉണ്ട്. സമയമില്ല ശരിക്കും. പല അല്ല, അതില് തിങ്കൾ മുതൽ വ്യാഴം വരെ അശ്വമേധം കാണുന്നുണ്ടല്ലോ. ഉണ്ട്. അത് നേരത്തെ അങ്ങ് വെച്ച് ഇട്ടേക്കും. അഥവാ ടൈം കഴിഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച് ആദ്യമേ ഓൺ ചെയ്ത് തന്നെ ഇട്ടേക്കും. താങ്ക് യു ടീച്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ടീച്ചർമാരോടെല്ലാം ഒരു വലിയ അടുപ്പവും ഇതൊക്കെ എൻ്റെ സ്വന്തം ആളുകളാണെന്നുള്ളൊരു തോന്നലും ഒക്കെ ഉണ്ട്. അമ്മയും അച്ഛനും അതെ. അമ്മ ടീച്ചറാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ടത്തെ അശ്വമേധത്തിൽ അമ്മ മരിച്ചത് 87 മരിച്ചു. ടീച്ചേഴ്സ് ആയിരുന്നതിൽ ഭയങ്കര അഭിമാനം. നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഞങ്ങളുടെയൊക്കെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോഴും നല്ല പ്രായം, എനിക്ക് നല്ല പ്രായമായി. എൻ്റെ സ്റ്റുഡൻസും നിങ്ങളുടെയൊക്കെ പ്രായമുണ്ട് ഇപ്പം. അവസാനം ഏത് സ്കൂളിലായിരുന്നു? ഫുൾ വിദ്യാധിരാജ തന്നെയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ബാങ്ക് ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആന്ധ്രയിൽ വർക്ക് ചെയ്തു, കൽക്കട്ടയിൽ വർക്ക് ചെയ്തു. തെലുങ്കും ബംഗാളിയൊക്കെ അറിയാം? കുറച്ചൊക്കെ അറിയാം. ഇപ്പം മറന്നുപോയി. പക്ഷേ ഞാൻ തെലുങ്ക് സിനിമ ഇടയ്ക്കിട്ട് കാണും. കാര്യം ആ തെലുങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ആളുകളെ എനിക്ക് മ്യൂസിക്കലല്ലേ പിന്നെ തെലുങ്ക് ഭാഷ. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ സിനിമ ഇടും. സ്കൂളിൽ വർക്ക് ചെയ്തു. അവിടെ 5 വർഷം ഉണ്ടായിരുന്നു. രാജമന്ത്രി കേട്ടിട്ടുണ്ടോ? രാജമന്ത്രിയിലായിരുന്നു ഹസ്ബൻഡ് ഫസ്റ്റ് പ്രൊമോഷൻ. അപ്പോൾ അവിടെ പോയി സ്കൂളിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നമേ ഉള്ളൂ, പിള്ളേർ വല്ല കുസൃതി കാണിക്കും. മലയാളമായിരുന്നെങ്കിൽ 2 വഴക്ക് കൊടുക്കായിരുന്നു. അവർക്ക് മലയാളം അല്ലാതെ തെലുങ്കല്ലാതെ ഒന്നും മനസ്സിലാവില്ലല്ലോ. അത് മാത്രമേ തിരിച്ച് അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് നല്ല വിഷമമായിരുന്നു. നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ആ MD സ്കൂളിൻ്റെ വളരെ എക്സ്പ്രസീവാണ് പൊതുവെ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എപ്പം വന്നാലും യു ക്യാൻ ബി അവർ ഗസ്റ്റ്. സ്കൂളിൽ എപ്പം വന്നാലും താമസിക്കാം ഞങ്ങളുടെ കൂടെ. ആ സന്തോഷത്തിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ടീച്ചർ എന്നുള്ള ഒരു സന്തോഷം തോന്നിയ നിമിഷങ്ങളൊക്കെ ആയിരുന്നു. ടീച്ചർ പാട്ട് പാടോ? പാടുമോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് വേണ്ടി പാടും. പണ്ട് ഞാൻ പാടിക്കും. അല്ല, കുട്ടികൾക്ക് വേണ്ടി പാടും, കവിത ചൊല്ലും. ഈവൻ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്ത് രാമേന്ദ്രൻ നായർ സാറിൻ്റെ സ്കൂളിലായിരുന്നു. രാമേന്ദ്രൻ നായർ സാറ് അവിടെ എല്ലാം തുളസീവനം. അപ്പോൾ അവിടെ എല്ലാം പഠിപ്പിക്കണം. ഞങ്ങൾ പഠിപ്പിക്കണമായിരുന്നു. സംസ്കൃതം, ഭഗവത്ഗീത, പിന്നെ എന്താണ് രാമായണം വായിക്കണം. അപ്പം ഞങ്ങളുടെ ജോലി, ഞങ്ങൾ അപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ പഠിച്ചിട്ട് വേണം അവരെ പഠിപ്പിക്കാൻ. സത്യം പറഞ്ഞാൽ ഹരികഥ വരെ ഞങ്ങൾ പഠിച്ചു. എന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചു. അപ്പം അറിയാമെന്ന് വെച്ചാൽ എല്ലാം കുറച്ച് അറിയാം. ഇപ്പം ചൊല്ലുന്നോ 2 വരി? ഏത് കവിത ആണോ? വേണ്ടേ? 9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ, 9ഉം ഒന്നിച്ചു ആണിരുന്നു. ഒരു കല്ലടുപ്പിലെത്തിയില്ലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിർപ്പും. 9 അറകൾ അവർക്ക് മാത്രമല്ലോ. ഹരികഥയാണെങ്കിൽ നല്ലത്. ഹരികഥ ഗുരുവായൂരമ്പലം, ഭക്തജനങ്ങളുടെ തിരക്ക്, ആളുകൾ തൊഴുതു മടങ്ങുന്നു. എല്ലാ അധരങ്ങളിലും ഒരു നാമം, എല്ലാ ഹൃദയത്തിലും ഒരു രൂപം, ശ്രീകൃഷ്ണ രൂപം. അതാ കിഴക്ക് ഭാഗത്തെ അരയാലിൻ ചോട്ടിൽ ഒരു അമ്മയും മകളും പ്രദക്ഷിണം വയ്ക്കുന്നു. അമ്മേ
അരയാലിനാരേകി ഇത്രമാത്രം അഴകുള്ള മഞ്ജുളാൽ എന്ന നാമം. അമ്മയമ്മേ, ഈ അരയാലിന് ഇത്ര ഭംഗിയുള്ള പേരെങ്ങനെ കിട്ടി? ആ അമ്മ തൻ്റെ മകൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം ഉണ്ട്. കൊച്ചു ക്ലാസ്സിൽ മതി മഞ്ജുലാലിൻ്റെ ഐതിഹ്യം എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഹരികഥ ഒരു നല്ല മാർഗമാണ്. ഒക്കെ രാമേന്ദ്രൻ സാറ്. ഞങ്ങൾ സങ്കടപ്പെട്ടിട്ട് വീട്ടുകാര്യം, പഠിപ്പിക്കൽ കാര്യം, പിന്നെ ഇത് സംസ്കൃതം എല്ലാം ഞങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ആരോ കുറച്ചെന്തൊക്കെയൊക്കെ ഒരു അറിവ് സാറ് കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആരംഭിക്കാം. അശ്വമേധ ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഈ ആദ്യത്തെ സെഗ്മെന്റ് എങ്ങനെയുണ്ട്? അതാണ് എനിക്ക് പേടി. ആണോ? എന്തിനാ ടീച്ചറെ പേടി? ടീച്ചർ അധ്യാപിക മാത്രമല്ല, അധ്യാപിക ആയതുകൊണ്ട് അധ്യാപിക അറിഞ്ഞിരിക്കണമല്ലോ. അധ്യാപികയ്ക്ക് നമ്മൾ ടീച്ചർ എന്ന് പറയും, പക്ഷെ ടീച്ചർ വെറും അധ്യാപിക, ടീച്ചർ എന്നല്ല, മാസ്റ്റർ എന്ന് തന്നെ പറയണം. വെറും മാസ്റ്റർ അല്ല, ടീച്ചറാണ് ഗ്രാൻഡ് മാസ്റ്റർ. ഈ സെഗ്മെന്റിൽ കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ടീച്ചർ കണ്ടുപിടിക്കേണ്ടത് ഒരു വാക്കാണ്, ഒരു വസ്തുവാണ്. എന്താണ് ആ വസ്തു? എന്താണ്? അല്ലാതെ ആളുടെ പേര്, സ്ഥലപ്പേര് ഒന്നുമല്ല, ഒരു സാധാരണ വസ്തു. അതിൽ പക്ഷേ ഒന്നാമത്തെ സൂചനയ്ക്ക് സ്പെയിനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ സൂചന കാണാം. നാടിന ചടങ്ങാണ്. ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ഈ വസ്തു അവർ ഇമ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഈ വസ്തു ബാഴ്സലോണ ഒളിമ്പിക്സിലേക്ക് എത്തപ്പെട്ടു. സ്പോർട്സുമായിട്ട് ഒരു താല്പര്യമില്ല. സ്പോർട്സുമായി താല്പര്യമില്ലെങ്കിൽ എന്നാൽ അടുത്ത ക്ലൂ ഞാൻ വേറൊന്നും തരാം. ഇത് മനോഹരമായ രാജ്യമാണ് ഇന്തോനേഷ്യ. ലോകത്തിലെ വസ്തു ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്തോനേഷ്യ. അപ്പം മൂന്നാമത്തെ സൂചന തരട്ടെ? ശരി. ടീച്ചർ ഈ കണ്ടത് UB ലാക്പി എന്ന പേരുള്ള ഒരു കളിയാണ്. മണിപ്പൂരുകാരൊക്കെയാണ് കളിക്കുന്നത്. ഈ കളിക്കാൻ ടീച്ചർ ഈ കണ്ട വീഡിയോയിൽ അവർ കളിക്കുന്നത് പന്ത് തട്ടി കളിക്കുന്നൊരു കളി. ആ പന്ത് ഈ വസ്തുവാണ്. എനിക്കറിയില്ല. അറിയില്ലേ? വസ്തു കണ്ടിട്ടേ ഇല്ല, ഉപയോഗിച്ചിട്ടേ ഇല്ല. നോക്കാം. നാലാമത്തെ ക്ലൂ. ഇത് കന്യാകുമാരി ജില്ലയിലുള്ള ഒരു ഹാർബർ ടൗൺ ആണ്, ഒരു തുറമുഖ പട്ടണമാണ്. ഈ സ്ഥലത്തിന്റെ പേരും ഈ വസ്തുവാണ്. ഈ പട്ടണത്തിന്റെ പേര് ഈ വസ്തുവാണ്. കേപ്പ് കമോറിൻ കന്യാകുമാരി ജില്ലയിലാണ്. അത് കേപ്പ് കമോറിനല്ല, കേപ്പ് കമോറിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ജോറി ചിരിക്കുന്നു. ദേ ആ കുട്ടി ചിരിക്കുന്നു. ഇവർക്കൊക്കെ മനസ്സിലായി ടീച്ചറെ. അഞ്ചാമത്തെ സൂചനയിലേക്ക് പോട്ടെ. പറയാൻ പറ്റുമോ നോക്കാം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോവില്ലേ. കാപ്പി കുടിക്കാറുണ്ടോ? രാവിലെ കാപ്പി കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ബ്രെഡ് ഓംലെറ്റ്, ഇഡ്ഡലി, ദോശ. ഇഡ്ഡലി, ദോശ, ചമ്മന്തി ആ ടൈപ്പ് ആണോ? ഉച്ചയ്ക്കോ? കുറച്ച് ചോറ്. ചോറും വെജിറ്റേറിയനാണ്. വെജിറ്റേറിയനാ? മറ്റേ അല്ലാതെ അയ്യോ മാംസാഹാരം. നല്ല തേങ്ങ അരച്ച അവിയലും അങ്ങനെയാണ്. അപ്പം ശരി, അഞ്ചാമത്തെ സൂചനയിലേക്ക് പോവാം. ഒരു സിനിമ, വളരെ പ്രശസ്തമായ മിഥുനം എന്ന സിനിമയിലെ ഒരു രംഗമാണ്. ഉടക്കി സ്വാമി തേങ്ങ അല്ലേ ടീച്ചർ? സത്യമായിട്ട് ഞാനത് കണ്ടപ്പോ തേങ്ങ അവിടെ വിട്ടു. 1900 ബാഴ്സലോണയിലെ ഒളിമ്പിക്സിൽ നടന്ന പ്രത്യേകത എന്ന് പറയുന്നത്, ബാഴ്സലോണ ഒളിമ്പിക്സ് ഒരു എക്കോ ഫ്രണ്ട്ലി ഒളിമ്പിക്സ് ആയിരുന്നു, പരിസ്ഥിതി സൗഹൃദ ഒളിമ്പിക്സ് ആയിരുന്നു. ആ ഒളിമ്പിക്സിൽ എല്ലാ വേദികളിലും ഐസ്ക്രീം വിളമ്പുവാനായി കേരളത്തിൽ നിന്നും മറ്റുമായി കോക്കനട്ട് ഷെല്ലുകൾ, ചിരട്ടകളാണ് ഉപയോഗിച്ചത്. നമുക്ക് ഒരു മെഡലും കിട്ടിയില്ല ഒളിമ്പിക്സിൽ, പക്ഷേ ചിരട്ടയ്ക്ക് അവാർഡ് കിട്ടി. ഒരു അനീഷ അപ്പൊ ടീച്ചർക്ക് പരിചയമില്ലാത്ത ഒന്നിനെ കുറിച്ചുമല്ല ഞാൻ സൂചന. അപ്പോ ആരംഭിക്കാം. ജൂറി ഈസ് അപ്രൂവ്ഡ്. അപ്രൂവ്ഡ്.
ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രിയങ്കരിയായ ടീച്ചറിനോടൊപ്പം യാഗം. ടീച്ചർ വിചാരിച്ച വ്യക്തി പുരുഷൻ യെസ് ആണ്. അതെ. ജീവിച്ചിരിപ്പുണ്ടോ ടീച്ചർ? ഇല്ല. ഇല്ല. നോ. മലയാളി അല്ല. ഇന്ത്യൻ അതെ. ആണ്. ആണ്. 1950 ശേഷം മരണം? അല്ല. നോ. അല്ല. അല്ല. അതിന് മുമ്പ് മരിച്ചു. അതിന് മുമ്പ്. 1900 ശേഷം? യെസ്. സൗത്ത് ഇന്ത്യൻ? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? സാഹിത്യം അല്ലേ? ലിറ്ററേച്ചർ, എഴുത്തുകാരൻ എന്നുള്ളതാണ് പ്രധാനം. അല്ല, പ്രധാന മേഖലയാണ്. പ്രധാന മേഖല അതല്ല. ഞാൻ പ്രധാന മേഖല മാത്രമാണ് ചോദിക്കുന്നത്. പ്രധാന മേഖല അശ്വമേധത്തിൽ ചോദിക്കുന്നത് പ്രധാന പ്രധാന മേഖല. മേഖല. അപ്പോൾ മാത്രമേ യെസ് പറയാവൂ. ശരി ശരി. തമിഴ്നാട്? യെസ്. സയൻസ്? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ആണ്. ടീച്ചർ വിചാരിച്ച വ്യക്തി ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികരായിരുന്നോ? അതെ. അദ്ദേഹം കുട്ടിക്കാലത്ത് ക്ലാസ്സിലെ മോണിറ്റർ ആയിരുന്നത് കൊണ്ട് ഒരു പേര് കിട്ടിയ ആളാണ്? സ്വാമി അല്ല. 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 അത് ഞങ്ങൾ സ്ഥിരം പഠിപ്പിക്കുന്നതായതുകൊണ്ട് അറിയാം. ചട്ടമ്പി എന്ന പേര് പിടിക്കും. ഗുരുദേവനും ചട്ടമ്പി സ്വാമിയെക്കാളും മുതിർന്ന ആളാണോ? അതെ. അതെ, സമകാലീനാണ്. പക്ഷേ മുതിർന്ന ആളാണ്. അവരെക്കാൾ കൂടുതൽ പ്രായമുള്ള ആളാണ്. കുറച്ച് പ്രായം കൂടുതൽ. ടീച്ചർ കേരളമല്ല എന്ന് പറഞ്ഞു, തമിഴ്നാടാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. കേരളത്തിൽ പ്രവർത്തനം കേരളത്തിലായിരുന്നു. ജനിച്ചത് തമിഴ്നാട്ടിൽ. കേരളത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച സ്ഥലം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ദൂരം. യെസ്. അതെ. ടീച്ചർ വലിയൊരു ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ വലിയ താല്പര്യമാണ്. ഡെയിലി ഒരുപാട് അതിൽ വായിക്കും. ക്വിസ്, പ്രഭാഷണം, അങ്ങനെയൊക്കെ അതിനൊക്കെ പോകും. എൻ്റെ സമയമില്ല ശരിക്കും പറഞ്ഞു. അപ്പോൾ അതാണ്, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അതിലൊക്കെ എനിക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റും. എന്തായാലും ഒരുപാട് ഊർജത്തോടെയും ഓജസ്സോടെയും ദീർഘകാലം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങളുമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. ആത്മാർത്ഥമായ ആശംസകൾ. ഒരുപാട് സ്നേഹം ടീച്ചറിനോട്. ടീച്ചർ മനസ്സിൽ വിചാരിച്ചത് തൈക്കാട് അയ്യാ ഗുരുക്കളെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. ആണോ? കറക്റ്റ്. തൈക്കാട് അയ്യാ സ്വാമികൾ നവോത്ഥാന നേതാവ്, പണ്ഡിതൻ, യോഗാചാര്യൻ, ഗ്രന്ഥകാരൻ, ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുനാഥനായിരുന്നു അയ്യാ സ്വാമികൾ. ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകി ജാതി, മത, വർണ്ണ, വർഗ, ലിംഗഭേദമന്യേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് ബ്രാഹ്മണരോടും തന്നോടുമൊപ്പം തുല്യസ്ഥാനം നൽകുകയും ചെയ്ത യോഗ്യവര്യനായിരുന്നു. മഹാത്മാ അയ്യങ്കാളിയെ ഒപ്പമിരുത്തി ഐത്തോച്ചാടനത്തിനായി പന്തിഭോജനം ലോകത്തിൽ തന്നെ ആദ്യമായി ആരംഭിച്ചതും അയ്യാ സ്വാമികളായിരുന്നു. ജ്ഞാനം, യോഗം, ഭക്തി എന്നിവയ്ക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അതിപ്രധാനമായ സ്ഥാനം നൽകിയിരുന്ന സ്വാമിയുടെ ശിഷ്യഗണത്തിൽ അയ്യങ്കാളി, സ്വാതി തിരുനാൾ, കൊല്ലത്തമ്മ, കേരളവർമ്മ കോയിത്തമ്പുരാൻ, പേഷ്കാർ മീനാക്ഷി അയ്യർ, ചാല സൂര്യനാരായണ അയ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ തുടങ്ങി 51 പേരുണ്ടായിരുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in